ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പോൾ ചെയ്യണത് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഇടപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് ഈ മൊബൈൽ വഴിയാണല്ലോ. 99% പേര് ഇപ്പോൾ ചെയ്യണത് അങ്ങനെയാണ്. അതായത് ഗൂഗിൾ പേ ആയിട്ടും അതുപോലെ നമ്മൾ ബാങ്കിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനായിട്ടും നെറ്റ് ബാങ്കിങ് ആയിട്ടും അങ്ങനെ പല പല ഓപ്ഷൻസുകൾ നമ്മൾ ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹാക്കിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താവും, നമ്മുടെ ഫോണിൻ്റെ എല്ലാം നമ്മുടെ ബാങ്കും എല്ലാം അടിച്ചു പോകും. അടിച്ചു പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ബാങ്കിലുള്ള അക്കൗണ്ട് ബാലൻസും ഒക്കെ നമുക്ക് നഷ്ടമായി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫോണിനെ 100% സെക്യൂർ ആക്കി വെക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം അല്ല, വാട്സപ്പിനെ കുറിച്ച്. നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റുള്ളവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത വിധം നമുക്ക് സെക്യൂർ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ കൂടിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സ് എടുക്കുക. നമ്മുടെ സാധാരണ ഫോണിൻ്റെ സെറ്റിങ്സ് ഉണ്ടല്ലോ, എടുക്കുക. അതെടുത്തിട്ട് ഇതിപ്പോൾ ഞാനിവിടെ ആൾറെഡി വന്നു. അതെടുത്തിട്ട് നേരെ താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും, കണ്ടല്ലേ? അത് ക്ലിക്ക് ചെയ്യുക. അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കമെൻഡഡ് ആൻഡ് ആൾ സർവീസ് എന്നുള്ള 2 കോളങ്ങൾ കാണും. അതിൽ ആൾ സർവീസിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആൾ സർവീസിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ ഇവിടെ സംഭവം കാണാൻ പറ്റും, ഓട്ടോ ഫിൽ ഗൂഗിൾ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ കാണാൻ പറ്റും പ്രിഫറൻസ്, കണ്ടല്ലേ? അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ലോഗിൻ ചെയ്യാൻ പറയും. പാസ്വേഡ് ഒന്ന് കൊടുക്കാൻ പറയും. അത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. നമ്മുടെ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതെൻറ്റിക്കേറ്റഡ് വിത്ത് സ്ക്രീൻ ലോക്ക് ഫില്ലിംഗ് പേയ്മെൻറ്റ് മെത്തേഡ്. ഇത് ഓണായിട്ട് കിടക്കുന്നത്. ഇത് നമ്മൾ സാധാരണ അധികമുള്ള ഫോണിലും ഇത് ഓഫായിരിക്കും. അപ്പോൾ ഇത് 3 ഓണാക്കി വെക്കുക. ഇത് ഓണാക്കി വെച്ചാൽ നമ്മുടെ പാസ്വേഡ് നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലോക്ക് തുറക്കാതെ, നമ്മുടെ ഫിംഗർ ലോക്കാണെങ്കിലും ഏത് ലോക്കാണെങ്കിലും നമ്മളത് ചെയ്യാതെ ആ പാസ്വേഡ് അവിടെ ഫില്ലാവില്ല. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതെല്ലാം 99% സേഫാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പാണ്. വാട്സപ്പ് നമ്മൾ കൂടുതൽ സെക്യൂർ ആക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പ് എടുക്കണം. അതിന് നമ്മൾ ആദ്യം വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ പ്രൈവസി ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴെ വരുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് സെലക്റ്റഡ് IP അതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 3 സംഭവങ്ങൾ ബ്ലോക്ക് ആൻഡ് ഇതിപ്പോൾ സാധാരണ ഒരാൾ നമ്മൾ ഹാക്ക് ചെയ്യാനാണെങ്കിൽ ഏതെങ്കിലും റോങ് നമ്പറിൽ നിന്നായിരിക്കും മെസ്സേജ് വരിക. എന്നിട്ട് വല്ല ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹാക്ക് ചെയ്യും. അങ്ങനെ സാധ്യതയുണ്ട്. അതുപോലെ പ്രൊട്ടക്റ്റ് IP, നമ്മുടെ ഫോണിലല്ലാതെ നമ്മളെ ഈ IP-ലല്ല വേറെ ഫോണിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അത് ഒന്നുകൂടി സെക്യൂർ ആവും. പിന്നെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ, പിന്നെ അതായത് ഹെൽപ്പ് പ്രൊട്ടക്ട് യുവർ IP അഡ്രസ് ബീൻ ഇൻഫ്രണ്ട് ബൈ തേർഡ് പാർട്ടി വെബ്സൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല. ഈ 3 സംഭവങ്ങൾ നമ്മൾ ഓണാക്കി വെക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് എക്സ്ട്രാ സെക്യൂറാണ്. ഓക്കെ, അപ്പോൾ ഈ സംഭവം ഓണാക്കി വെക്കുക. പിന്നെ നമ്മൾ ഹാക്ക് ചെയ്യുമെന്നുള്ള ഒരു ഇത് വേണ്ട എന്ന് കരുതി കണ്ട ലിങ്കിലൊന്നും പോയി ക്ലിക്ക് ചെയ്യണ്ട. ഹാക്ക് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗേൾ ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വാട്സപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, അതിൽ ഫോണിൽ ബാങ്കിങ് നടത്തുന്നവരായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉപകാരപ്പെടും ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.